ക്യാൻസർ നിങ്ങളുടെ ജൂലൈ മാസത്തിൻ്റെ റീഡിംഗ് ഞാൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഞാൻ ഷഫിൾ ചെയ്യായിരുന്നു കാർഡ്സ് ഷഫിൾ ചെയ്യുമ്പോൾ ഞാൻ കണ്ടത് കുറേ പുതിയ ബിഗിനിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈയിൽ പോസിറ്റീവ് തുടക്കമാണത്. പക്ഷേ നിങ്ങൾക്ക് ഇവിടെ എന്തോ ഒരു വാർണിംഗ് സൈൻ കൂടിയുണ്ട്. ഇപ്പോൾ ഈ വാർണിംഗ് എന്താണെന്ന് നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ നോക്കാം. ബട്ട് ഈ റീഡിങ്ങിന് എൻഡ് വരെ നോക്കുക. എന്താ വെച്ചാൽ നിങ്ങൾക്ക് ആ കംപ്ലീറ്റ് പിക്ചർ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ വീഡിയോനെ മുഴുവനെ കാണണം. ഓക്കെ, ആൻഡ് എൻഡിൽ ക്ലെയിം ചെയ്യുക. റീഡിങ്ങിൽ കമൻസിൽ ഐ ക്ലെയിം എന്ന് എഴുതുക. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താ ഈ വാർണിംഗ് സൈൻ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ക്യാൻസർ നിങ്ങളുടെ ജൂലൈ മാസം എങ്ങനെയായിരിക്കും എന്ന് നമ്മൾക്ക് നോക്കാം. ഇത് ക്യാൻസർ സൺ സൈൻ, മൂൺ, അസെൻഡൻറ്റ്, നക്ഷത്രം എല്ലാവർക്കും വേണ്ടിയിട്ട് റീഡിംഗ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വന്നിരിക്കണ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് നിങ്ങളുടെ ജൂലൈ എനർജി. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ റെസനേറ്റ് ആവില്ല. റെസനേറ്റ് ആവണത് എടുക്കുക, റെസനേറ്റ് ആവാത്തത് ലെറ്റ് ഗോ ചെയ്യുക. ആൻഡ് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക വീഡിയോസിനെ, കമൻറ്റ് ചെയ്യുക വീഡിയോസിൽ. പേഴ്സണൽ സെഷൻ നിങ്ങൾക്ക് വേണം, കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾ തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ഇടുക. എൻ്റെ ഡീറ്റെയിൽസൊക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ കൺസൾട്ടേഷൻ പെയ്ഡ് സെഷൻസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. അപ്പോൾ ക്യാൻസർ ഞാൻ കാണുന്നത് ഇവിടെ പാസ്റ്റിൻ്റെ എനർജി നിങ്ങളുടെ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. പക്ഷേ ഈ മാസത്തിൻ്റെ എനർജി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് കുറേ ഒരു സ്റ്റേബിൾ എനർജിയാണ്. ഓക്കെ, കുറേ ഒരു സ്റ്റഡി, സ്റ്റേബിൾ, സ്ലോ മൂവിങ് ആണ്. എന്ന് വെച്ചാൽ കാര്യങ്ങൾ കുറേ സമയം എടുത്തിട്ടാണ് മുമ്പോട്ടേക്ക് പോവുക പറഞ്ഞാൽ അങ്ങനെ ഒരു അർജൻസി ഇല്ല. പക്ഷേ എല്ലാം ഒരു സ്റ്റേബിൾ തരത്തിൽ പോണു. കുറേ ഒരു റൂട്ടീൻ മാതിരി ഒരു ഫീലിംഗ് വരുന്നുണ്ട് എനിക്ക്. അപ്പോൾ നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് എന്താണ് ഇവിടെ? ഹെർമിറ്റ്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങൾ കുറച്ചൊരു ലോൺലി മാതിരി ഫീൽ ചെയ്യുന്നുണ്ടാവും ഈ മാസം. ഓക്കെ, ഏതോ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ എന്തോ പ്രോബ്ലം ഉണ്ടായിരുന്നു, അതിൽ എന്തോ ഒരു വലിയ മാറ്റം നടക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജൂലൈയിൽ. അതുകൊണ്ട് നിങ്ങൾ അത്ര വേറെ ആൾക്കാരുടെ കൂടെ അങ്ങനെ സോഷ്യലൈസ് ചെയ്യണില്ല. ഓക്കെ, കുറച്ചൊരു തനിച്ചിരിക്കണ എനർജിയാണ് ഈ മാസം. അപ്പോൾ പാസ്റ്റിൽ എന്താ ഉണ്ടായി വെച്ചാൽ പാസ്റ്റിൽ 10 ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഞാൻ കാണുന്നത്. ഇത് അബണ്ടൻസിൻ്റെ എനർജിയാണ്, ഫാമിലി എനർജിയാണ്. എല്ലാ തരത്തിലും ഒരു നല്ല പോസിറ്റീവ് എനർജി ആയിരുന്നു പാസ്റ്റിൽ. ജസ്റ്റിസ് എനർജി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റിൽ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഇവിടെ ഒരു ലീഗൽ സിറ്റുവേഷൻ്റെ എനർജി കാണാണ്ട്. അപ്പോൾ ഇത് ഇപ്പോൾ ഒരു കരിയർ റിലേറ്റഡ്, ബിസിനസ് റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലും ആവാം. അതല്ല വെച്ചാൽ പേഴ്സണൽ ലൈഫിൽ എന്തെങ്കിലും ഒരു ലീഗൽ സിറ്റുവേഷൻ ആവാം, ഡിവോഴ്സ് അങ്ങനത്തെ എന്തെങ്കിലും. കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. പക്ഷേ ഇവിടെ കാണുന്നത് കൂടുതലൊരു ഫിനാൻഷ്യൽ കാര്യമാണ്. അപ്പോൾ ഫിനാൻഷ്യലി എന്തെങ്കിലും ലീഗൽ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടാവും. ചിലവർക്ക് ഇതൊരു മാരേജിൻ്റെ എനർജിയും ആവാം. ഓക്കെ, നിങ്ങൾ കല്യാണം കഴിച്ചു, എന്തോ പാസ്റ്റിൻ്റെ എനർജിയിൽ സ്റ്റെബിലിറ്റി ആണ് കാണുന്നത്. ബട്ട് ഈ മാസം എന്തോ ഒരു ചേഞ്ച്, ഒരു മാറ്റം വരണത് കാണാണ്ട്. അപ്പോൾ ഈ ചേഞ്ച് എന്താണ് നമ്മൾക്ക് നോക്കാം. ഈ മാറ്റം വരണത് എന്താണ്? 5 ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു ലോസിൻ്റെ എനർജി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ മാറ്റം വരണത് ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ എന്തോ എൻഡ് ആവണു. ആൻഡ് നിങ്ങൾ ഒരു പുതിയ തുടക്കത്തിലേക്കാണ് പോകണത്. പക്ഷേ അവിടെ നിങ്ങൾ കുറച്ചൊരു ഐസൊലേറ്റഡ്, ലോസ് മാതിരി ഫീലിംഗ് അങ്ങനെയൊക്കെ ഉണ്ട്. ഒരു ലോ സെൽഫ് കോൺഫിഡൻസ്, പൈസയുടെ നഷ്ടം അത് കാണാണ്ട്. ഓക്കെ, ഈ മാസം. ബട്ട് ഫ്യൂച്ചർ ആവുമ്പോഴേക്കും നിങ്ങൾ മുമ്പോട്ടേക്കാണ് പോണത്. ഒരു റൊമാൻറ്റിക് സിറ്റുവേഷൻ ഞാൻ കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ കിങ് ഓഫ് വാൻസ് ഒരു ഫയർ സൈൻ എനർജിയാണ്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്. ഒരു നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ പേഴ്സൺ വരുന്നുണ്ടാവും. ഇതൊരു പുതിയ തുടക്കമാണ്. ഒരു റിലേഷൻഷിപ്പ്, ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻഷിപ്പാണ് കാണുന്നത് ഫ്യൂച്ചറിൽ.
നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം പേജ് ഓഫ് വാൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ചാലഞ്ച് ആയിട്ട് വരുന്നത് എന്താ വെച്ചാൽ ഈ പുതിയ തുടക്കം തന്നെയാണ് ചാലഞ്ച്. ഓക്കെ, എന്താ വെച്ചാൽ ഈ പേഴ്സൺ നിങ്ങളെ ചിലപ്പോൾ മെസ്സേജ് ചെയ്യുന്നുണ്ടാവും, ബട്ട് നിങ്ങൾ അത്ര ഷുവർ അല്ല ഈ പേഴ്സണെ കുറിച്ച്. ഇത് മുമ്പോട്ടേക്ക് കൊണ്ടുപോകണോ വേണ്ടേ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ കുറച്ചൊരു സീക്രട്ടീവ് ആണ് ഈ മാസം. ഓക്കെ, അവർ കുറേ എക്സൈറ്റഡ് ആയി നിങ്ങളെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, കോൾ ചെയ്യാൻ നോക്കുന്നുണ്ട്, ബട്ട് നിങ്ങൾ കുറച്ചൊരു ഡിസ്റ്റൻസ് ആണ് വെക്കണത്. നിങ്ങളുടെ അഡ്വൈസ് ക്വീൻ ഓഫ് പെൻറ്റിക്കിൾസ് ആണ് വന്നിരിക്കണേ. നിങ്ങളുടെ എനർജീനെ സ്റ്റേബിലൈസ് ചെയ്യാനാണ് പറയണത് യൂണിവേഴ്സ്. ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് പറയണത്. നിങ്ങളുടെ ലൈഫിൽ കുറേ കാര്യങ്ങൾ മുമ്പോട്ടേക്കാണ് പോകണത്. അതുകൊണ്ട് ഇവിടെ കുറേ ഡെസ്റ്റിനി കാർഡുണ്ട് ആൻഡ് ലവിൻ്റെ കാർഡുണ്ട്. അപ്പോൾ എവിടെയോ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ ഈ പുതിയ തുടക്കത്തിലേക്ക് കൊണ്ടുപോവാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ വരണതൊക്കെ ഒരു ഡെസ്റ്റിനിയുടെ എനർജി കുറേ സ്ട്രോങ് ആയിട്ട് കാണുന്നുണ്ട്. ഇവിടെ കിങ് ഓഫ് സോഡ്സ് ആണ് സർപ്രൈസ് ഫാക്ടറിൽ വന്നിരിക്കണേ. എന്താണ് ഈ കിങ് ഓഫ് സോഡ്സ് സർപ്രൈസ് ഫാക്ടറായിട്ട്? എംപ്രർ ആൻഡ് 5 ഓഫ് സോഡ്സ്. അപ്പോൾ നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടറിൽ ഞാൻ കാണുന്നത് ചില ഇഷ്യൂസ് ഉണ്ട്. ചിലവർ നിങ്ങളെ സാബോട്ടാജ് ചെയ്യാൻ നോക്കുന്നുണ്ട്, കുറേ ഗോസിപ്പിൻ്റെ എനർജി ഉണ്ട്, കുറേ വഴക്കുണ്ടാവുന്ന എനർജി ഉണ്ട്. അപ്പോൾ അതൊക്കെ കാണാണ്ട് എനിക്ക്. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാരാവാം, അതല്ല വെച്ചാൽ അറിയണ ആൾക്കാരാണ്, ബട്ട് നിങ്ങൾക്ക് അറിയണ്ടാവില്ല ഈ പേഴ്സൺ ഇത്രയും നെഗറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ അഗൻസ്റ്റ് ചെയ്യേണ്ടെന്ന് അറിയണ്ടാവില്ല. സീക്രട്ട് എനിമീസിൻ്റെ എനർജി ഇവിടെ കാണാണ്ട്. അപ്പോൾ അത് കുറച്ച് സൂക്ഷിക്കാണ്ട് നിങ്ങൾക്ക്. ഔട്ട്കമ്മിൽ ഞാൻ കാണുന്നത് നൈറ്റ് ഓഫ് സോഡ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ റീഡിങ്ങിൽ കുറേ ആൾക്കാരെ കാണാണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ജൂലൈ മാസത്തിൽ കുറേ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ഡീൽ ചെയ്യാൻ പോകുന്നുണ്ടാവും. അതല്ല വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ചില സീക്രട്ട് എനിമീസൊക്കെ കാണാണ്ട് ഇവിടെ. നൈറ്റ് ഓഫ് സോഡ്സ് ഇവിടെ ആദ്യം പേജ് ഓഫ് പെൻറ്റിക്കിൾസ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആരോ ഒരു മെസ്സേജ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഒരു റൊമാൻറ്റിക് റിലേഷൻഷിപ്പിലും ഞാൻ കോൺഫ്ലിക്റ്റ് കാണുന്നുണ്ട്, 2 ഓപ്ഷൻസ് കാണുന്നുണ്ട്, 3 ഓഫ് സോഡ്സ് കാണുന്നുണ്ട്. അപ്പോൾ എവിടെയോ ഞാൻ കാണുന്നത് നിങ്ങളുടെ ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നതും അതൊക്കെ ക്രിയേറ്റ് ചെയ്യണത് നിങ്ങളുടെ ഏതൊരു പാസ്റ്റ് പേഴ്സണും ആവാം. ഓക്കെ, അവർക്ക് ഒരു നിങ്ങളെ ലെറ്റ് ഗോ ചെയ്യാൻ വിഷമമുണ്ടായിട്ടായിരിക്കും. എന്തായാലും അവർ എവിടെയോ നിങ്ങളുടെ ഫ്യൂച്ചർ റിലേഷൻഷിപ്പിനെ തകർക്കാൻ നോക്കണം, അതിൽ ഇൻ്റർഫിയർ ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഔട്ട്കമ്മിലും ഞാൻ കാണുന്നത് എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിന് നിങ്ങൾ മൂവ് ഓൺ ചെയ്യാൻ നോക്കുകയാണ്. അപ്പോഴേക്കും വേറെ ഒരു പുതിയ പേഴ്സണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. പക്ഷേ പാസ്റ്റ് പേഴ്സണിൻ്റെ സൈഡിൽ നിന്നും ചില ഇൻ്റർഫിയറൻസസ് കാണാണ്ട്. ഓക്കെ, ഇപ്പോൾ ഇത് പാസ്റ്റ് പേഴ്സൺ എന്ന് വെച്ചാൽ റൊമാൻറ്റിക് തന്നെ ആവണം എന്നില്ല. ഓക്കെ, ഒരു പാസ്റ്റ് ഫ്രണ്ട് ആവാം, ഒരു ഫാമിലി മെമ്പർ ആവാം, ഡിസ്റ്റൻറ്റ് ഫാമിലിയുടെ ആൾക്കാരാവാം. ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മൾക്ക് നിങ്ങളുടെ ഒറക്കിൾ മെസ്സേജ് എന്താ പറയണമെന്ന് നോക്കാം. ഒറക്കിൾ മെസ്സേജ് വന്നിരിക്കണേ പീസ്, കണക്റ്റഡ്, ജേർണി, ബാലൻസ്, ക്ലിയറിങ്. അപ്പോൾ ഈ മാസം ഞാൻ കാണുന്നത് നിങ്ങൾ കുറേയൊക്കെ നിങ്ങളുടെ എനർജി ക്ലിയർ ഔട്ട് ചെയ്യണു. നിങ്ങളുടെ ലൈഫിൽ ഞാൻ കാണുന്നത് ചില പുതിയ ബിഗിനിങ്സ് ആണ്, പുതിയ തുടക്കമാണ്. ബട്ട് അതിൻ്റെ മുമ്പേ ചില നെഗറ്റീവ് എനർജീസൊക്കെ നിങ്ങൾ ക്ലിയർ ഔട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, യു ആർ റെഡി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പേടിയുണ്ട് മൂവ് ഓൺ ചെയ്യാൻ വെച്ചാൽ ഇതൊരു സൈനാണ്, യു ആർ റെഡി എന്ന് പറഞ്ഞിട്ട് വരണു. മൊമെൻറ്റം, വാലിഡേഷൻ, എൻകറേജ്മെൻറ്റ്, പ്രിപ്പയർഡ്. അപ്പോൾ യൂണിവേഴ്സും പറയണത് എന്താ വെച്ചാൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുക. എന്താ വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ വരാൻ പോണ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉടനെ വരും. അപ്പോൾ റെഡി ആവുക. ഓക്കെ, യു ആർ റെഡി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ക്യാൻസർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസനേറ്റ് ചെയ്തു വെച്ചാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണൽ നിങ്ങൾക്ക് കൺസൾട്ടേഷൻ വേണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ കൺസൾട്ടേഷൻസ് പെയ്ഡ് സെഷൻസ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ഞാൻ തിരിച്ചു വരും വേറെ ഒരു റീഡിങ് കൊണ്ടുവന്ന്. അതുവരെ ടേക്ക് കെയർ.